കഥാനായികയായ അനുതാര എന്ന കുട്ടി വിട്ടുമാറാത്ത ഒരു അസുഖം കാരണം തന്റെ കുട്ടിക്കാലം എത്രമാത്രം വേദന നിറഞ്ഞതായിരുന്നു എന്ന് ഓർക്കുന്നു. രോഗം തരുന്ന വേദനയും ക്ഷീണവും കാരണം സ്കൂളിൽ പോകാൻ സാധിക്കാതെ വരികയും പഠനത്തിൽ പിന്നോട്ടു പോവുകയും ചെയ്യുന്നു. രോഗത്തിന് താൽക്കാലിക ശമനം ലഭിച്ച് തിരികെ ക്ലാസ്സിലെത്തുമ്പോഴേക്കും കൂട്ടുകാരിൽ നിന്നും പാഠങ്ങളിൽ നിന്നും അവൾ ഒരുപാട് അകന്നിരിക്കും. വീണ്ടും എല്ലാവരുമായി ഒത്തിണങ്ങുമ്പോൾ അസുഖം അവളെ തിരികെ വിളിക്കും. മധുരമോ കളിചിരികളോ ഇല്ലാതെ വിടരാതെ കരിഞ്ഞുപോയ ഒരിതൾ പോലെയായിരുന്നു തന്റെ കുട്ടിക്കാലം എന്നവൾ നഷ്ടബോധത്തോടെ ഓർക്കുന്നു. നിരന്തരമായ അസുഖങ്ങൾ കാരണം പ്രൈമറി ക്ലാസ്സിലെ ഓർമ്മകൾക്കായി ഒരു മയിൽപ്പീലി ശേഖരം പോലും സൂക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്ന് അനുതാര ഓർക്കുന്നു. അവളുടെ ഓർമ്മയിൽ ആകെയുള്ളത് ചില ഉടുപ്പുകളും പിണക്കങ്ങളും പിന്നെ നീലകണ്ഠനുമാണ്. ഇതിലേറ്റവും വ്യക്തമായ ഓർമ്മ സഹപാഠിയായ നീലകണ്ഠനെ കുറിച്ചാണ്. അസുഖം മാറി അവൾ സ്കൂളിൽ തിരിച്ചെത്തുമ്പോൾ സഹപാഠികൾക്ക് അവൾ ഒരു അപരിചിതയെ പോലെയായിരുന്നു. ടീച്ചർമാർ സ്നേഹത്തോടെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ മറ്റു കുട്ടികൾ അവളെ കൗതുകത്തോടെ നോക്കി നിൽക്കും. കുട്ടികൾ തന്നെക്കുറിച്ച് രഹസ്യമായി സംസാരിക്കുന്നത് വീട്ടിൽ കയറിയ മൂങ്ങക്കുഞ്ഞിനെ കാണാൻ ആളു കൂടിയതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് കൊഴിഞ്ഞുപോയ മുടി മറയ്ക്കാൻ കെട്ടിയ സ്കാർഫ് അവളെ കൂടുതൽ അസ്വസ്ഥയാക്കി. ഈ അപരിചിതത്വം സഹിക്കവയ്യാതെ കരയാൻ തുടങ്ങുമ്പോഴാണ് കളികൾക്കിടയിൽ നിന്നും ഓടിവരുന്ന നീലകണ്ഠനെ അവൾ ഓർക്കുന്നത്. ആ ഓർമ്മയിൽ അവളുടെ കണ്ണുനീർ വറ്റിപ്പോയി. നീലകണ്ഠൻ ആശ്ചര്യത്തോടെയും സന്തോഷത്തോടെയും അവളോട് അനുതാര ഇന്ന് വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞ് അവളെ ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ നീലകണ്ഠൻ അവൾക്ക് ധൈര്യം നൽകി. എടുത്തു കഴിഞ്ഞ പാഠങ്ങളൊക്കെ വലിയ എളുപ്പമാണ് എന്ന് ആശ്വസിപ്പിക്കും. അവൻ അവളുടെ നോട്ട്ബുക്ക് വാങ്ങി വിട്ടുപോയ പാഠങ്ങളെല്ലാം പകർത്തി കൊടുക്കും. എന്നാൽ അസുഖത്തിന്റെ അവശതകൾ കാരണം അവൾക്ക് അതെല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇത് മനസ്സിലാക്കി നീലകണ്ഠൻ പരീക്ഷയ്ക്ക് ആരും കാണാതെ അവൾക്ക് ഉത്തരങ്ങൾ പറഞ്ഞുകൊടുത്തു. ആ പ്രവൃത്തി തെറ്റാണെന്ന് അവർക്ക് രണ്ടുപേർക്കും തോന്നിയിരുന്നില്ല. നീലകണ്ഠന്റെ ചിരിയെക്കുറിച്ചും കറുപ്പും വെളുപ്പും ചേർന്നാൽ നല്ല ഭംഗിയാണെന്ന് താൻ പഠിച്ചത് അവന്റെ ചിരിയിലൂടെയാണെന്നും അവൾ ഓർക്കുന്നു. നീലകണ്ഠന്റെ മുഖത്ത് എപ്പോഴും ഒരു ചിരിയുണ്ടായിരുന്നു എന്ന് കഥാനായിക ഓർക്കുന്നു. അവന് ആകെ 2 ഷർട്ടുകളാണ് ഉണ്ടായിരുന്നത്. തിരക്കേറിയ റോഡ് തനിയെ മുറിച്ചു കടക്കാനുള്ള അവന്റെ ധൈര്യം അവൾക്ക് വലിയ അത്ഭുതമായിരുന്നു. അവൾക്ക് കൂട്ടായി എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും നീലകണ്ഠന് അച്ഛനില്ല എന്ന സത്യം അവളെ വേദനിപ്പിച്ചു. ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ സാധിച്ചു കൊടുക്കാനും സ്നേഹിക്കാനും ഒരു അച്ഛനില്ലാതെ അവൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാകും എന്നോർത്ത് അവൾക്ക് സങ്കടം തോന്നി. നീലകണ്ഠന് അച്ഛനില്ല എന്ന കാര്യം അവൾ വീട്ടിൽ എല്ലാവരോടും പറഞ്ഞു. അച്ഛന്റെ പ്രോത്സാഹനത്തോടെ അവൾ അവന് പെൻസിലുകൾ സമ്മാനമായി നൽകാൻ തുടങ്ങി. 1-ാം ക്ലാസ്സിൽ വെച്ച് ടീച്ചർ അവളെ നീലകണ്ഠന്റെ അടുത്താണ് ഇരുത്തിയത്. പിന്നീട് അവർ ആ സ്ഥാനം മാറിയില്ല. ക്ലാസ്സിൽ നീലകണ്ഠൻ പൂർണ്ണ ശ്രദ്ധയോടെ ഇരിക്കുന്നത് കണ്ട് അവളും അവനെ അനുകരിച്ച് മിണ്ടാതിരിക്കാൻ പഠിച്ചു. ഇടവേളകളിൽ അവൻ അവൾക്ക് മയിൽപ്പീലിയും താമരമുട്ടും പോലുള്ള സമ്മാനങ്ങൾ നൽകുമായിരുന്നു. നീലകണ്ഠൻ നൽകിയ സമ്മാനങ്ങൾക്ക് പകരമായി അവൾ താൻ വരച്ച ചിത്രങ്ങൾ നൽകി. അവന്റെ പ്രശംസ കേൾക്കാനായി അവൾ കാണുന്നതെന്തും വരയ്ക്കാൻ തുടങ്ങി. ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ളത് മയിൽപ്പീലികൾക്കാണെന്ന് അവൻ പറയുമായിരുന്നു. അവൻ തന്റെ കണ്ണുകളെ മയിൽപ്പീലികളോട് ഉപമിക്കുമ്പോൾ അവൾ സ്വന്തം വേദനകളെല്ലാം മറന്നുപോയിരുന്നു. 5-ാം ക്ലാസ്സിൽ പുതിയ സ്കൂളിലേക്ക് മാറിയതോടെ അവൾ തനിച്ച് സ്കൂളിലേക്ക് പോയി തുടങ്ങി. അത്രയും നാൾ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു അവളെ കൊണ്ടാക്കിയിരുന്നത്. പുതിയ സ്കൂളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വെവ്വേറെ ക്ലാസ്സുകളിലായിരുന്നു. ആ വലിയ സ്കൂളിൽ നീലകണ്ഠനെ കണ്ടെത്താൻ പ്രയാസമായിരുന്നു.
എല്ലാവരും വലിയ കുട്ടികളായി, ഇനി ഒറ്റയ്ക്ക് പഠിക്കണം എന്ന പുതിയ അധ്യാപികയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആരുടെയും നിർബന്ധമില്ലാതെ പഠിക്കുന്ന നീലകണ്ഠനെ അവൾ ഓർത്തു. മറ്റുള്ളവരെല്ലാം സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ മാത്രം പഠിക്കുന്നവരായിരുന്നു. പുതിയ കൂട്ടുകാർക്കിടയിൽ എല്ലാവരും നീലകണ്ഠനെ മറന്നുവെന്നും താൻ മാത്രമേ അവനെ ഓർക്കുന്നുള്ളൂ എന്നും അവൾക്ക് തോന്നി. അച്ഛൻ വാങ്ങിത്തന്ന പുതിയ പെൻസിലുകൾ പകുതിയാവുമ്പോൾ അവൾ നീലകണ്ഠനായി മാറ്റിവെച്ചു. അവൾ സ്കൂളിലുടനീളം അവനെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. വീണ്ടും ഒരു ആശുപത്രി വാസത്തിന് ശേഷം ക്ലാസ്സിൽ തിരിച്ചെത്തിയപ്പോൾ അടുത്തിരുന്ന ജയന്തി ഒരു രഹസ്യം പറഞ്ഞു. പനി ബാധിച്ച് നീലകണ്ഠന്റെ കാഴ്ച നഷ്ടപ്പെട്ടുവെന്നും ഇനി അവൻ സ്കൂളിൽ വരില്ലെന്നും. എന്നാൽ അതൊരു നുണയാണെന്ന് അനുതാര വിശ്വസിച്ചു. അടുത്ത ദിവസം രാവിലെ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടാണ് അവൾ ഉണർന്നത്. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് തന്റെ വീടിന്റെ ഇറയത്തിരുന്ന് കരയുന്ന ഒരു സ്ത്രീയെയും അതിനരികെ നിൽക്കുന്ന നീലകണ്ഠനെയുമാണ്. അത് നീലകണ്ഠന്റെ അമ്മയായിരുന്നു. പോകുന്നതിന് മുമ്പ് അവന് അനുതാരയെ കാണണമെന്ന് വാശിയായിരുന്നു എന്നവർ കരഞ്ഞുകൊണ്ടു പറഞ്ഞു. ഒന്നും മനസ്സിലാകാതെ അവൾ നീലകണ്ഠന്റെ അടുത്തേക്ക് ചെന്നു. അവൻ കൈകൾ കൊണ്ട് വായുവിൽ പരതി അവളുടെ കൈകൾ കണ്ടെത്തി. ജയന്തി പറഞ്ഞ കാര്യങ്ങൾ ഒരു ദുസ്വപ്നം പോലെ അവൾ ഓർത്തു. നിർജീവമായ കൃഷ്ണമണികളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങുമ്പോഴും നീലകണ്ഠൻ പുഞ്ചിരിച്ചു. അവന്റെ ചികിത്സയ്ക്കായി വീട് വിൽക്കുകയാണെന്നും ദൂരെ ഒരു നാട്ടിലേക്ക് പോകുകയാണെന്നും അവന്റെ അമ്മ അറിയിച്ചു. നീലകണ്ഠൻ അവൾക്കായി കൊണ്ടുവന്ന തളിരിലകൾ കണ്ടപ്പോൾ തളർത്തു നിൽക്കുന്ന ചെറുപുന്ന ചെത്തിപ്പു പോലെ തോന്നുമെന്ന് അവൻ പറയാറുള്ളത് അവൾ ഓർത്തു. അവന്റെ സങ്കടം കണ്ടപ്പോൾ അവളുടെ കരച്ചിലിന് ശക്തി കൂടി. എന്നാൽ ഞാൻ കരയുന്നില്ലല്ലോ, പിന്നെന്തിനാ നീ കരയുന്നത് എന്ന് ചോദിച്ച് അവൻ അവളെ സമാധാനിപ്പിച്ചു. അവൾ അവനെ വീടിന്റെ ഓരോ മുറികളും കാണിച്ചു കൊടുത്തു. പുസ്തകങ്ങൾക്കിടയിലൂടെ വിരലോടിച്ച് ഇപ്പോൾ ഏതു പാഠമാണ് എടുക്കുന്നതെന്ന് വായിച്ചു കേൾക്കാൻ അവൻ ആവശ്യപ്പെട്ടു. പോകുന്നതിന് മുമ്പ് അവൾ സൂക്ഷിച്ചു വെച്ച പെൻസിലുകൾ അവന് നൽകിയപ്പോൾ അവന്റെ ചിരി മാഞ്ഞു. ഇനി എനിക്കെന്തിനാ പെൻസിൽ എന്ന് ചോദിച്ച അവൻ പിന്നീട് ഓരോ പെൻസിലും എടുത്ത് ഇതിനെന്താ നിറം എന്ന് ചോദിച്ചു. റോഡ് വരെ അവർ കൈകോർത്തു പിടിച്ചു നടന്നു. പിരിയുന്നതിനു മുമ്പ് ഇനി എന്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളണം എന്ന് ഒരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരിയോടെ നീലകണ്ഠൻ നടന്നകന്നു.